ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ക്രിസ്പി, പുറം ഭാഗം നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിട്ട് ഉണ്ടാകാൻ സിമ്പിളാണ്. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മളെന്നും ഒരുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് മടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ. നമുക്കിത് വൈകുന്നേരം ചായയുടെ കൂടെയും കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കല്ല. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് അരിയാട്ടം. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പൊന്നിയരിയില്ലേ, അതാട്ടം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ആ ഒരു അരിയാട്ടം നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനും നല്ലതായിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. 3-4 വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് സോക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഒരുപാട് സമയം ഇത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു അരി ഒന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിലുള്ള ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല തിളച്ചിട്ടുള്ള വെള്ളം തന്നെയാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് 1 മണിക്കൂർ മാത്രം ഒന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരുപാട് സമയം വെക്കണ്ട കേട്ടോ. 1 മണിക്കൂർ മാത്രം വെച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് റെഡിയായി കിട്ടുന്നത് മാത്രമായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തണിഞ്ഞ് നമ്മൾ അരിയൊക്കെ ആവശ്യത്തിന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് തൊടുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടുന്ന രീതിക്ക് തന്നെ വേണം കേട്ടോ അരി. നന്നായിട്ട് കുതിർന്ന് പോകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു അരി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അരി ഒരുപാട് സമയം വെച്ചിട്ട് നമ്മൾ ആ ഒരു പൊട്ടുന്ന അരിയിൽ നിന്ന് മാറരുത് കേട്ടോ. നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ വേണം നമ്മളിത് സോക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രീതിക്ക് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുമ്പം ക്രിസ്പി ആയിട്ട് കിട്ടില്ല കേട്ടോ. നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ എണ്ണയൊന്നും കുടിക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ഒരുപാട് സമയം വെക്കണ്ടെന്ന് പറഞ്ഞത്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉണ്ടാവും. ഈ ഒരു രീതിക്കാട്ടോ നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതാ 3 ചെറിയ ഉള്ളി. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ചെറിയൊരു പീസ് വലിയ ഉള്ളി എടുത്താലും മതി കേട്ടോ. അതിലേക്കൊരു 1/4 ടീസ്പൂണോളം നമ്മൾ വലിയ ജീരകം അതെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 1 കപ്പ് അരി വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് അത്രയേ ആവശ്യമുള്ളൂ. ഇതിലേക്ക് നമ്മളിപ്പോൾ ഇതാ 2 ടീസ്പൂണോളം തേങ്ങയും കൊണ്ട് ചേർക്കുന്നുണ്ട്. നമ്മളൊരിക്കലും നമ്മൾ അരി അരച്ചെടുക്കുന്ന അതിലേക്ക് ഇത് ചേർക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് അരഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരിയുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതിയേ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഈ രീതിക്കാണ് ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. നമ്മൾ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കണ്ട. ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ചില മിക്സിയിൽ നിന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർക്കേണ്ട ആവശ്യം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് മാവായി കിട്ടാൻ വേണ്ടി നമ്മൾ അരച്ചെടുത്ത് ലൂസായിട്ട് മാവാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും ചേർക്കരുത്, കുറച്ച് മാത്രം ചേർത്താൽ മതി അരിപ്പൊടി. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. പറ്റുവാണെങ്കിൽ കഴിയുന്നതും വെള്ളം കുറച്ച് ഈ ഒരു അരി അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പം നമ്മൾ ഒരുപാട് അരിപ്പൊടിയൊക്കെ ചേർത്തുണ്ടാക്കിയെടുക്കുമ്പം നമുക്ക് ഈ രീതിക്ക് ഈ ഒരു ടേസ്റ്റിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ നന്നായിട്ട് മാവൊക്കെ മിക്സ് ആക്കി എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിലുള്ള ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കേട്ടോ നമ്മൾ അതിലേക്ക് നമ്മൾ മാവ് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് നല്ല വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മാവ് ചേർക്കുമ്പം നമുക്ക് കുറച്ച് അധികം അങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നല്ല വലുപ്പം വേണ്ട, നമുക്ക് അത്യാവശ്യം ഒരു വലുപ്പത്തിൽ മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരിപ്പിച്ചെടുക്കുക കേട്ടോ. സൈഡ് ഭാഗത്ത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പം ഇതിന് കളറൊക്കെ അങ്ങ് മാറി വരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എണ്ണയൊക്കെ കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉൾഭാഗമൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ഒരു സൈഡ് ഭാഗം കളറൊക്കെ മാറി തുടങ്ങിയ സമയത്ത് നമ്മളിതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ വേറെ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കിത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഭാഗം കളറൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കുമ്പം ഒന്നും ശ്രദ്ധിക്കാനില്ല, ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ. നമുക്കിത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് എണ്ണ കുടിക്കാതെ നമുക്കിത് കിട്ടണമെന്നുണ്ടെങ്കിൽ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരി കുതിർക്കുന്നത് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് സമയം വെക്കാനേ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എണ്ണ കുടിക്കാനും ക്രിസ്പി ആയിട്ട് കിട്ടാണ്ടിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്.
അപ്പോൾ അത് റെഡി ആയപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. കറി ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാം. ഇനി കറി വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. താങ്ക് യു.